വാല്യൂ ലേണിംഗ് ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പൊ മക്കളെ ഈ പരീക്ഷാ സമയമാണല്ലേ, നമ്മുടെ ഓണപരീക്ഷയൊക്കെ ഇതാ സെറ്റായി റെഡിയായി. ഇനിയിപ്പോൾ അതാ ബേസിക് സയൻസിന്റെ ഊഴാണ്. സോ അടിപൊളിയായിട്ട് പഠിച്ച മിടുക്കരായിട്ട് പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ 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 യൂസ്ഫുൾ ആകാൻ പോകുന്ന കാര്യമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മക്കളെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് ചെയ്ത് പഠിക്കാന്നുള്ളതാണ് അല്ലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. സോ അതിന് വേണ്ടിയിട്ടാണ് മിസ് വന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേടാ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ഞാനാണ് സസ്യങ്ങളെ പ്രകാശ സംശ്ലേഷണത്തിൽ സഹായിക്കുന്നത്. എനിക്ക് പച്ച നിറമാണ്. സസ്യങ്ങൾക്ക് പച്ച നിറം ഉണ്ടാകാൻ കാരണമായത് എന്റെ സാന്നിധ്യമാണ്. എന്റെ പേര് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. ആന്തോസാൻ ആണോ, സാന്തോഫിലാണോ, ഹരിതകമാണോ, കാരോട്ടിൻ ആണോ ചോദിച്ചിട്ടുണ്ട്. ചുവന്ന ചീരയിൽ ഹരിതകമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ താഴെ കൊടുത്ത ടേബിൾ പൂർത്തിയാക്കാനും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ പറയാം. ഐ ഹെൽപ് പ്ലാന്റ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. ഐ എം ഗ്രീൻ ഇൻ കളർ. My presence is the reason why plants appear green. Can you name me എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് മക്കളെ നമ്മൾ ആൻസർ ചെയ്യുക? ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നു പച്ച കളറ്. പച്ച എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക ക്ലോറോഫിൽ ആണ്, ഹരിതകമാണ് എന്ന് ആലോചിക്കുക അല്ലെ. അപ്പൊ ക്ലോറോഫിൽ എന്ന് പറയുന്ന ആള് ഹരിതകമാണ് എപ്പോഴും പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത്. അതേപോലെ ഇലകൾക്ക് പച്ച കളർ കൊടുക്കുന്നത്. ഇത് പഠിക്കാൻ സിമ്പിൾ ആയിട്ട് ട്രിക്കും കൂടെ മിസ് പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. ഇതാ ക്ലോറോഫിൽ ആണ്, അതാണ് ഇന്ത്യൻ എക്സാമ്പിൾ ഗ്രീൻ കളർ കൊടുക്കുന്നുള്ള ലീഫിന് കൊടുക്കുന്നുള്ളതിന്റെ എക്സാമ്പിൾ വരുന്നത്. അതേപോലെ പല പല കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇപ്പൊ ലീഫുകളുടെ കേസ് തന്നെ പല കളേഴ്സ് ഉള്ള ലീഫുകളില്ലേ, ഓറഞ്ച് കളർന്നത് ആൻഡ് മഞ്ഞ, ചുവപ്പ്, ചുവന്ന ചീരയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിലൊക്കെ ചുവന്ന കളറല്ലേ? അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലേ, ചുവന്ന ചീരയിൽ സ്പിനാച്ചിനകത്ത് എന്തുകൊണ്ടാണ് ചുവന്ന കളർ വരുന്നത് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്യാം? നമുക്കറിയാം ഈ പറയുന്ന പോലെ കളേഴ്സ് ഒക്കെ വരാനുള്ള റീസൺ അതിനകത്തുള്ള പിഗ്മെന്റ് ആണ്. പിഗ്മെന്റ് മീൻസ് വർണ്ണകമാണ് അവർക്ക് കളർ കൊടുക്കുന്നത്. അപ്പൊ അതില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ യെല്ലോ കളർ കൊടുക്കുന്നതാണ് സാന്തോഫിൽ. കാരോട്ടിൻ എന്ന് പറയുന്നത് യെല്ലോയിഷ് ഓറഞ്ച് ആണ്. ആന്തോസാനിൻ എന്ന് പറയുന്നത് റെഡ് കളറാണ്. ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ എങ്ങനെയാന്ന് വെച്ചാൽ മിസ് ട്രിക്ക് വെച്ച് പഠിപ്പിച്ചുതരാം. ഓക്കെ, അപ്പോ യെല്ലോ കളറുള്ള നമ്മളെ ക്രിസ്മസിലോട്ട് പോവാണേ. നമ്മൾ എന്താ പറയാ, പണ്ട് കാലത്ത് ഡിസംബർ മാസത്തോട്ട് പോവാണ്. അപ്പോ നല്ല ക്രിസ്മസ് രാത്രിയില് സാന്താക്ലോസ് എന്ത് ചെയ്യാണ്, യെല്ലോ സ്റ്റാർ പിടിച്ചിട്ട് ജിംഗിൾ ബാൽ പറഞ്ഞ് നടക്കാണ്. അപ്പൊ സാന്ത യെല്ലോ, അപ്പൊ സാന്തോഫിൽ യെല്ലോ കളർ. അത് സെറ്റായില്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം, മൂപ്പർ ഇങ്ങനെ നടക്കുന്നതിന്റെ ബാക്കിലാണ് കരോള വീണ്ടും ജിംഗിൾ ബാൽ പറഞ്ഞു നടക്കുന്നേ. അപ്പൊ കരോള് പിന്നിൽ വന്ന സമയത്ത് മൂപ്പരുടെ കയ്യിലുള്ള സാന്തയുടെ കയ്യിലുള്ള യെല്ലോ കളർ സ്റ്റാർ യെല്ലോയിഷ് ഓറഞ്ച് ആയിട്ട് മാറി. ഓക്കെ, അല്ലെങ്കിൽ യെല്ലോ സ്റ്റാർ പിടിച്ചിട്ട് അതിന്റെ ഒപ്പം ഓറഞ്ച് കഴിച്ചു എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പൊ യെല്ലോയിഷ് ഓറഞ്ച് കാരോട്ടിൻ കിട്ടി. എന്നിട്ട് ഇവര് നേരെ കയറി ചെന്ന് നമ്മുടെ ആന്റപ്പൻ ചേട്ടന്റെ വീട്ടിലാ. ആന്റപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞാലാണ് ആന്തോസാനിൻ. ആന്റപ്പൻ ചേട്ടൻ കണ്ടിട്ട് ദേഷ്യപ്പെട്ട് എന്താ കരോൾ ഇത്ര നേരം ലേറ്റ് ആണെന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് റെഡ് കളർ. സോ ആന്തോസാനിൻ എന്ന് പറഞ്ഞാൽ റെഡ് കളർ. ഇങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, ട്രിക്ക് വെച്ചിട്ട് ഇത് പഠിക്കാൻ പറ്റാം. അപ്പൊ നിങ്ങൾ ഏതിന്റെയാന്നുള്ളത് എപ്പോഴും എക്സാമിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചു വെച്ചോടാ. ചുവപ്പ് ആന്തോസാനിൻ, ഓറഞ്ച് കാരോട്ടിൻ, മഞ്ഞ സാന്തോഫിൽ എന്നുള്ളത് പഠിച്ചു വെക്കുക. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. റെഡി അല്ലേ? നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ. ഐ വാസ് നോട്ടീസ് ദാറ്റ് ദ റിവർ നിയർ ദ സ്കൂൾ വാസ് ഗെറ്റിംഗ് പൊല്യൂട്ടഡ്. ദ സ്കൂൾ എൻവയോൺമെന്റ് ക്ലബ് ഡിസൈഡഡ് ടു മേക്ക് ദ റിവർ ഗാർബേജ് ഫ്രീ. റൈറ്റ് ദ സജഷൻസ് യു വുഡ് പുട്ട് ഫോർവേഡ് പ്രിവെന്റ് റിവർ പൊല്യൂഷൻ. അപ്പൊ വിദ്യാലയത്തിന് സമീപത്തുള്ള ഒരു പുഴ മലിനമായതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. പുഴ മലിനമാകുന്നതിനെ പറ്റിയിട്ട് സ്കൂൾ അപ്പൊ അവർ എന്ത് ചെയ്തു, ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് അല്ലെ. പുഴ മലിനീകരണം തടയാൻ എന്തെങ്കിലും ആശയങ്ങൾ നമ്മളോട് മുന്നോട്ട് വെക്കാൻ പറഞ്ഞു. അതേപോലെ റൈറ്റ് 2 ways in which rain water seeps into the soil. മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ സഹായമായിട്ടുള്ള 2 മാർഗങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ അല്ലേടാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. എടാ മക്കളെ, മഴവെള്ളം ഈ പറഞ്ഞ പോലെ മലിനമാവുക, പുഴയ്ക്ക് എന്താണ് മലിനമായിട്ട് പോകാനുള്ള റീസൺ എന്താണ്? മെയിൻ ആയിട്ട് വാട്ടർ പൊല്യൂഷൻ റീസൺ എന്താ? നമ്മൾ മനുഷ്യന്മാരൊക്കെ തന്നെയല്ലേ ഇമ്മടായിട്ട് കുറെ കലാപരിപാടി ചെയ്യുന്നുണ്ടല്ലോ. ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ്, പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നിക്ഷേപിക്കുന്നത്, അങ്ങനെ പല 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 റീസൺ കൊണ്ടാണ് നമുക്ക് വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നത് അല്ലേ. ഫാക്ടറീസിലുള്ള വേസ്റ്റുകൾ നമ്മൾ നേരെ കൊണ്ടേ തള്ളുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള വേസ്റ്റുകൾ നേരെ കൊണ്ടേ തള്ളുന്നു. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, പുഴ മലിനമാവുകയാണ് ചെയ്യുക. പിന്നെ കന്നുകാലികളെ നമ്മൾ കുളിപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അവിടെ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ പുഴയ്ക്ക് ഭയങ്കര സീനാണ് അല്ലെ. പുഴയിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലി കഴുകുന്നതും, വാഷിംഗ് വെഹിക്കിൾസ്, ബാത്തിങ് കാറ്റ്, ത്രോയിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ടു വാട്ടർ സോഴ്സസ്. പല പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജലസ്രോതസ്സിലോട്ട് നമ്മൾ വലിച്ചെറിയുന്നത്, മത്സ്യ മാർക്കറ്റുകളിൽ നിന്നുള്ള മത്സ്യം കലരുന്നത്, ഡംപിംഗ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ഫിഷ് ആൻഡ് മെറ്റൽ മീറ്റ് മാർക്കറ്റ് ആൻഡ് ഡംപിംഗ് വേസ്റ്റ് ഫ്രം ദ ഫാക്ടറി. വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത്, കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ തളിക്കുന്നത്, സ്പ്രേയിങ് പെസ്റ്റിസൈഡ്സ് ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്. ഇതൊക്കെ അതിനുള്ള റീസൺ ആയിട്ട് നിങ്ങൾക്ക് ഏത് വേണേലും എഴുതി വെക്കാം. മിസ് 2 പറഞ്ഞു എന്നേ ഉള്ളൂ, ഏതും എഴുതി വെക്കാം. റെഡി. പിന്നെ നമ്മളോട് ചോദിച്ചത് മഴവെള്ളം എന്താണ് സംഭരിക്കാൻ വേണ്ടി
വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചോദിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും മഴവെള്ള സംഭരണികൾ, അതേപോലെ തടമെടുക്കുന്നത് ചെയ്യാൻ പറ്റും, സിൽപോണി സംഭരണികൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും എഴുതി വെക്കാം. അതും വളരെ അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എഴുതാം. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. റൈറ്റ് എനി 2 ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ കോൺടാക്ട്. സമ്പർക്കത്തിലൂടെ പകരുന്ന ഏതെങ്കിലും 2 രോഗങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ എനിക്ക് ഇന്നിപ്പോ ജലദോഷമാണെന്ന് വിചാരിച്ചു, ഞാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ മിക്കവാറും ആ ക്ലാസ്സിൽ ആരെങ്കിലും ഒരാൾ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത് അവരെ ഒന്ന് പിച്ചടി ആക്കും. കാരണം അത് പെട്ടെന്ന് എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യുന്ന രോഗം COVID-19. എന്തിനു കൂടുതൽ പറയുന്നു, നമ്മളെല്ലാവരും അനുഭവിച്ച നമ്മുടെ കോവിഡിന്റെ സീൻ അല്ലെ. ഒരാൾക്ക് വന്നത് തുരാന്നല്ല എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നേ. അപ്പൊ അതും പകരുന്ന രോഗങ്ങളായിട്ട് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ചിക്കൻ ഗുനിയ, ചിക്കൻ ബോക്സ്, കോളറ, ടൈഫോയിഡ് ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ആൻഡ് അതേപോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അങ്ങനെ സ്പ്രെഡ് ഒന്നും ആവാത്തതാണ്. അപ്പൊ നമുക്കൊരു BP അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ വന്നു എന്ന് വിചാരിച്ചോ, അതൊന്നും ആർക്കും പകരില്ല. അതേപോലെ തന്നെ ഷുഗർ, പ്രഷർ, അപസ്മാരം, ആസ്മ, കൊളസ്ട്രോൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും ആർക്കും പകരാത്ത രോഗങ്ങളാണ്. നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസസ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. റെഡി അല്ലേടാ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഗ്യാസ് ഇസ് യൂസ് ബൈ പ്ലാന്റ്സ് ഫോർ റെസ്പിറേഷൻ? ഇനി പറയുന്ന പോലെ ഏതാണ് സസ്യങ്ങൾ ശ്വസനത്തിനായി ഉപയോഗിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, ഓക്സിജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ആണോ, അത് ഇവയൊന്നും അല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് മക്കളെ വരുന്നത്? നമ്മൾ ശ്വസിക്കുന്ന വാതകം ഏതാ? ഓക്സിജൻ. അതേപോലെ തന്നെ നമ്മുടെ സസ്യങ്ങൾ ഉള്ളിലോട്ട് എടുക്കുന്നത് ഓക്സിജൻ തന്നെയാണ്. സോ ശ്വസനത്തിന് അവർ സഹായിക്കുന്നത് ഓക്സിജൻ ആണ്. അത് നമ്മൾ എപ്പോഴും ആലോചിച്ച് വെക്കുക. അപ്പൊ നമ്മളെ പോലെ തന്നെ പാവം പിടിച്ച സസ്യങ്ങൾ എപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അവർക്ക് ശ്വസിക്കണ്ടേ, അവർക്ക് ജീവിക്കണ്ടേ. അപ്പൊ അവർ ഉള്ളിലോട്ട് എടുക്കുന്നത് എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഓക്സിജൻ ആയിരിക്കും, പുറത്ത് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ഏതിന്റെ സമയത്ത്? റെസ്പിറേഷന്റെ സമയത്ത്. അതേസമയം നമ്മൾ ഫോട്ടോസിന്തസിസിൽ എന്താടാ പഠിച്ചേ? പ്രകാശ സംശ്ലേഷണം. എന്താ അത്? ഇലകളിൽ സ്വന്തമായിട്ട് അവർ ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. എന്റെ മക്കൾക്കറിയാം. അവിടെ നമ്മൾ എടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലോട്ട് എടുത്ത് ഓക്സിജൻ എവിടെ മാറിപ്പോയി അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലോട്ട് എടുത്തിട്ട് ഓക്സിജൻ പുറത്ത് വിടുന്നത് പ്രകാശ സംശ്ലേഷണത്തിന്റെ സമയത്താണ് കേട്ടോ. അപ്പൊ നേരെ ഒന്ന് പഠിച്ചാൽ മതി, അതിന്റെ ഓപ്പോസിറ്റ് എഴുതി വെച്ചാൽ മതി. നമ്മളെ ശ്വസിക്കുന്ന ആലോചിക്കുക, നമ്മൾ ഓക്സിജൻ അല്ലേ ശ്വസിക്കുക, അതേപോലെയാണ് പ്ലാന്റ്സ് എന്ന് ആലോചിക്കുക. ശ്വസനം കിട്ടി. പിന്നെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഇതിന്റെ കേസിലാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിന്റെ കേസ് വരുന്നത്. അപ്പൊ ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. അപ്പൊ സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രി ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. നമ്മളെ പോലെ തന്നെ ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാണ് ചെയ്യുന്നത്. അപ്പൊ when green plants carry out photosynthesis during daytime, carbon dioxide is absorbed and oxygen is released. Since photosynthesis does not take place at night, oxygen is not released. All organisms including plants respire day and night. നമ്മളെ പോലെ തന്നെ അല്ലേ. ഓക്സിജൻ is taken in and carbon dioxide is given out. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. റെഡി അല്ലേടാ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇതിനോടകം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മിടുക്കറായിട്ട് പഠിക്കുക, എക്സാമിന് ഉഷാറായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റട്ടെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.